നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിക്ക് തുടക്കം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര നോർത്ത് മേഖല കൺവെൻഷൻ നടത്തി. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി 1000-ലധികം വിദ്യാർത്ഥികൾക്ക് CPR പരിശീലനം നൽകി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കോനൂർ അഖില കേരള ഓണം കളി മത്സരവേദിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. കുറ്റിച്ചിറ ശ്രീമൂലസ്ഥാനം ശ്രീ അന്നപൂർണേശ്വരി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായി മഹാനവമി നാളിൽ മഹാചണ്ഡിക പൂജ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള അഭിരുചിയും ആഭിമുഖ്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിക്ക് തുടക്കം. ജനകീയാസൂത്രണം 2025-26 പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്വപ്ന പദ്ധതി. പുലിപ്പാറക്കുന്ന് GLP സ്കൂളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ നൽകി ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ J നയനതാര വിശദാംശങ്ങൾ പങ്കുവച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളിൽ കൃഷിയുടെ പ്രാധാന്യം എത്തിക്കുകയാണ് ലക്ഷ്യം. സ്കൂൾ പ്രധാന അധ്യാപകൻ R ശ്രീകുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VV ഗിരിജ, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ NN രേഖ, AA ജെൻസി, അധ്യാപിക AT സോഫിയ, PTA പ്രസിഡന്റ് ആതിര ഷനു, MPTA പ്രസിഡന്റ് അനഘ, MPTA അംഗം ലിൻസി സനിൽ എന്നിവർ പങ്കെടുത്തു. അതിൻ്റെ നിലനിൽപ്പിനും മാനവരാശിക്കും അതുപോലെ തന്നെ ഭൂമിയുടെ നിലനിൽപ്പിനും ഏറ്റവും അനിവാര്യമായ ഘടകം എന്നുള്ളത് കൃഷിയാണെന്ന് കുട്ടികളെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികളൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികൾക്ക് പ്രത്യേക മിഷൻ പ്രവർത്തനം എന്നുള്ള രീതിയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ 2025-26 ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കൃഷി പാഠശാല എന്ന് പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടകര ഗ്രാമപഞ്ചായത്തിൽ വിവിധ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറ്റവും അഭിമാനം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര നോർത്ത് മേഖല കൺവെൻഷൻ നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി MK അശോകൻ ഉദ്ഘാടനം ചെയ്തു. AK ബാലൻ അധ്യക്ഷനായി. നേതാക്കളായ MK മോഹനൻ, ഷേർലി ജോസ്, അമ്പിളി സത്യൻ, ബിന്ദു സാബു, PM സുധൻ എന്നിവർ സംസാരിച്ചു. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസിലെ IQAC NSS യൂണിറ്റ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവന്റെ സ്പന്ദനം ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL അധ്യക്ഷനായി. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് വിഭാഗം മേധാവി ഡോക്ടർ രാഹുൽ ബാലസുബ്രഹ്മണ്യൻ ശാസ്ത്രീയമായ CPRൽ പരിശീലനം നൽകി. മൃഗങ്ങളുടെ കടിയേറ്റ പരിക്കുകൾ, കാൽമുറിവുകൾ, ഫിറ്റ്സ്, വൈദ്യുതി ഷോക്ക്, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള പ്രാഥമിക ശുശ്രൂഷ വിശദീകരിച്ചു. പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ, കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പിള്ളി, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS വളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. So you have to avoid the kind of the regular physical activity versus improvement. You have to play daily, at least one. Most poisonous thing which we are not handling daily, more than tobacco and alcohol, is sugar, pesticide. So the directly related to heart disease
ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി വെള്ളിക്കുളം റോഡിൽ അടയ്ക്കാപ്പന്തലിൽ പ്രവർത്തിക്കുന്ന ലൈഫ് കെയർ ക്ലിനിക്കിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 7:30 മുതൽ 11 മണിവരെ നടന്ന ക്യാമ്പ് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ തോമസ് ജോൺ പാലിയിൽ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി രക്തപരിശോധന, BP, RBS, കൊളസ്ട്രോൾ ടെസ്റ്റുകൾ കൂടാതെ ECG പരിശോധനയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നമുക്ക് ആർക്കും എപ്പോഴും കൺഫ്യൂഷനാണ്. ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ വേഗം ആളെ എടുത്തുകൊണ്ട് ആംബുലൻസിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്യണം. പക്ഷെ അവിടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ അത് ചെയ്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എത്രയോ ജീവനുകൾ നമുക്ക് രക്ഷിക്കാം. പേഷ്യന്റ് സ്റ്റേണെന്ന് പറയും. സ്റ്റേണത്തിന്റെ അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 to 6 സെന്റിമീറ്റർ താഴേക്ക് പ്രഷറിൽ ഇനാക്കണം. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വരന്തരപ്പള്ളി സാന്ദ്രാനന്ദം സത്സംഗം നാരായണീയ സമിതി സമ്പൂർണ്ണ ദേവി മഹാത്മ്യ പാരായണം നടത്തി. ക്ഷേത്രക്ഷേമ സമിതി അംഗം KN ജയപ്രകാശിനെ ആദരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് പൂജവെപ്പ് നടന്നു. ഒക്ടോബർ 1 ബുധനാഴ്ച മഹാനവമി ദിവസം വൈകിട്ട് 6:30 പുരാണശ്രീ കൊളത്തൂർ പുരുഷോത്തമൻ പ്രഭാഷണം നടത്തും. ഒക്ടോബർ 2 വ്യാഴാഴ്ച വിജയദശമി ദിവസം രാവിലെ 8 നന്ദിപുരം ഗ്രാമീണ വായനശാലയിലെ സിമിറ്റ് ടീച്ചറും സംഘവും നയിക്കുന്ന സംഗീതാർച്ചനയും പൂജയെടുപ്പ്, വിദ്യാരംഭം എന്നിവയും ഉണ്ടാകും. എല്ലാ ദിവസങ്ങളിലും നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയുണ്ടാകും. ക്ഷേത്രക്ഷേമ സമിതി അംഗം KN ജയപ്രകാശിനെ നാരായണീയ സമിതി ആദരിച്ചു. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ കേരള സംസ്ഥാന കലാവിദ്യാഭ്യാസ മത്സരങ്ങളിൽ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടി ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. കലൂരിലെ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് നേട്ടം. ടീം അംഗങ്ങളായ അഞ്ജലി പോൾ, ആൻഡ്രിറ്റ് സി ബിജു, ഡെൽന, സോണൽ മൂഞ്ഞേലി ഷാജു, മരിയ ബേബി, മെറീന വർഗീസ്, ടിനീന സ്റ്റാൻലി എന്നിവർ അതുല്യമായ പ്രകടനത്തിലൂടെയാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. SNA അഡ്വൈസർ അഞ്ജു K. ടോണി സംഘത്തെ നയിച്ചു. വിജയികളായ ടീം അംഗങ്ങളെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സോജോ കണ്ണമ്പുഴ, പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ക്രിസ്റ്റി ആന്റണി എന്നിവർ അനുമോദിച്ചു. സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റി കേരള ഒക്ടോബർ 2 നടത്താൻ തീരുമാനിച്ചിരുന്ന സാന്ത്വനം സഹായനിധി 2025 കൂപ്പൺ നറുക്കെടുപ്പ് ചില സാങ്കേതിക കാരണങ്ങളാൽ 2026 ജനുവരി 2 മാറ്റി. സൊസൈറ്റിയുടെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മവും അന്നേ ദിവസം കൊടകര ഓഫീസിൽ വെച്ച് നടത്തപ്പെടുമെന്ന് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് PN നാരായണൻ അധ്യക്ഷനായി. MV വേണുഗോപാൽ, TA വേലായുധൻ, ജഗജീവൻ റാം, സുരേഷ് കുന്നപ്പള്ളി, ശിവൻ ഈശ്വരത്ത് എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു. ശോഭന രാമചന്ദ്രൻ, സിന്ധു രാജസുന്ദരം, ശ്രീമതി ജയ മോഹനൻ, പ്രസന്ന അന്തർജനം, കാവിൽ സാവിത്രിയമ്മ എന്നിവർ നേതൃത്വം നൽകി. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കോനൂർ അഖില കേരള ഓണം കളി മത്സരവേദിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. ഓണം കളി പ്രേക്ഷകരെ ആവേശത്തിലാക്കി പ്രസിദ്ധ ടീമുകളായ നാദം ആർട്സ് നെല്ലായി, യുവധാര കോൾക്കുന്ന്, ചൂണൻസ് ഇരിങ്ങാലക്കുട എന്നീ പുരുഷ ടീമുകളും വിസ്മയ കലാവേദി മതിലകം, തൃശിവ മോനോടി, സൗപർണിക അടിച്ചിലി, മിത്ര കലാവേദി കൂവക്കാട്ടുകുന്ന് എന്നീ ടീമുകളും അണിനിരന്നു. മത്സരത്തിന്റെ ഉദ്ഘാടനം മുൻ ചാലക്കുടി MLA BD ദേവസ്യ നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ സിനിമാ താരങ്ങളായ ബൈജു എഴുപുന്ന, രാജേഷ് ശർമ്മ, മീനാക്ഷി മാധവി, ദുർഗ വിനോദ്, ഡിനി ഡാനിയേൽ, രാജസാഹിബ്, കോനൂർ പൗരാവലി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, KA ജോജി, ഷൈനി ഷാജി, നൈനൂറിച്ചു, ബിബിൻ TS, ഡേവിസ് പാറേക്കാടൻ, PR ശ്രീജിത്ത്, കലേഷ് TS എന്നിവർ പ്രസംഗിച്ചു. നേരത്തിൽ നേർമ കലർന്നവനായ അവതാര പ്രിയനവനുമതായ ശ്രീ പുരുഷോത്തമനാം ശ്രീരാമ ഇവരിലതായി വരണേ തകതൈതൈ. കുറ്റിച്ചിറ ശ്രീമൂലസ്ഥാനം ശ്രീ അന്നപൂർണേശ്വരി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായി മഹാനവമി നാളിൽ മഹാചണ്ഡിക പൂജ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുറ്റിച്ചിറ സാരസ്വതം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന പൂജയ്ക്ക് സ്വാമി ശ്രീകൃഷ്ണാനന്ദ, ഹർഷൻ ഒറ്റപ്പാലം എന്നിവർ മുഖ്യ കാർമ്മികരാകും. ദുർഗാ സപ്തശതി പാരായണം, പ്രഭാഷണം, ഭജന, മാതൃപൂജ, ഗോപൂജ, കുമാരി പൂജ, അന്നദാനവും ഉണ്ടായിരിക്കും. കുറ്റിച്ചിറ സൗപർണിക ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജന, ധർമ്മേഷ് ഫൗണ്ടേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഷിരാജിന്റെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. കുറ്റിച്ചിറ മേഖലയിൽ ഇത്തരമൊരു മഹാചണ്ഡിക പൂജ ആദ്യമാണ്.
വാർത്താ സമ്മേളനത്തിൽ സാരസ്വതം ഡയറക്ടർ KB അജോഷ് മാസ്റ്റർ, ജോയിന്റ് ഡയറക്ടർ സാനു കണ്ണോളി, ട്രഷറർ TP സനേഷ്, VR ശശി, സെക്രട്ടറി KR ആനന്ദ് എന്നിവർ പങ്കെടുത്തു. മഹാചണ്ഡിക പൂജ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളുടെ ഈ പറയുന്ന പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു എല്ലാവരുടെയും പിന്തുണ സാന്നിധ്യവും ഒക്കെ തന്നെ ഉണ്ടാവണം. ബുധനാഴ്ച രാവിലെ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇതിന് വേണ്ടത്ര മാധ്യമ കുറ്റിക്കര മറ്റത്തൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. വോട്ട് കൊള്ളയ്ക്കെതിരെ 5 കോടി ഒപ്പുകൾ ശേഖരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സിഗ്നേച്ചർ ക്യാമ്പയിനിന്റെ മറ്റത്തൂർ തല മണ്ഡല ഉദ്ഘാടനം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷനായി. മനുഷ്യാവകാശ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈത്താരത്ത് ആദ്യ ഒപ്പിട്ടു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, രവി താണിക്കൽ, നേതാക്കളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, AM ബിജു, സായുധ് സുരേന്ദ്രൻ, ഷാജു പൂക്കാടൻ, KA ഹനീഫ, സിജിൽ ചന്ദ്രൻ, തോമസ് കാവുങ്ങൽ, നൈജോ ആന്റോ, പ്രതീഷ് പണ്ടാരത്തിൽ, ഫാസ്റ്റ് പാർട്ടി മുൻ പ്രസിഡന്റ് PG ശിവൻകുട്ടി, സെക്യുലർ ഫോറം കൺവീനർ CS സുരേന്ദ്രൻ എന്നിവരും പ്രസംഗിച്ചു. ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നു വന്നത്. അതിൽ നിന്നും മാറി കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാം, വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനേ മതത്തെയും ജാതിയും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, തെരഞ്ഞെടുപ്പ് എങ്ങനെ അട്ടിമറിക്കാം എന്നതിനെ കുറിച്ചാണ് പുതിയ പദ്ധതികൾ. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 10,670 രൂപ, പവന് 85,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിക്ക് തുടക്കം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര നോർത്ത് മേഖല കൺവെൻഷൻ നടത്തി. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി 1000-ലധികം വിദ്യാർത്ഥികൾക്ക് CPR പരിശീലനം നൽകി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കോനൂർ അഖില കേരള ഓണം കളി മത്സരവേദിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. കുറ്റിച്ചിറ ശ്രീമൂലസ്ഥാനം ശ്രീ അന്നപൂർണേശ്വരി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായി മഹാനവമി നാളിൽ മഹാചണ്ഡിക പൂജ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.